കൂടുതൽ വാർത്തകൾക്കായി പറയാം പ്രത്യേക പരിപാടി കാണാം. നമസ്കാരം. ആരായിരുന്നു ജോൺ എബ്രഹാം? ഒപ്പമുണ്ടായിരുന്നവരിൽ ചിലരുടെ ഓർമ്മയിൽ ജോണിനെ ആദ്യം ഞാൻ കാണുന്ന നല്ല രസമാണ് കേട്ടോ. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻ്റർവ്യൂ, അന്ന് എനിക്ക് 19 വയസ്സേ ഉള്ളൂ. ഞാൻ ഇൻ്റർവ്യൂവിനെ പോയി അങ്ങോട്ട്. പെട്ടെന്ന് എല്ലാവരും ഒരു മലയാളി പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നൈനാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി ഒരു ചെറിയ ചായക്കട നടത്തുമായിരുന്നു. ഞാൻ വൈകുന്നേരം പേടിച്ച് അവിടെ ഒരു ചായ കുടിക്കാം, എൻ്റെ കൂടെ ഡൽഹിയിൽ നിന്ന് വന്ന 2-3 സുഹൃത്തുക്കൾ, ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിക്കാം. പെട്ടെന്ന് ഒരു ശബ്ദം, ആരായി മലയാളി കുട്ടി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ പേടിച്ച് ഞെട്ടിപ്പോയി കേട്ടോ. പെട്ടെന്ന് ഈ ജോൺ എബ്രഹാം വരുന്നു, ഇങ്ങനെ കീറിയ ഷർട്ടും താടിയും, ഭയങ്കര ഒരു ഐ കനോട്ട് എക്സ്പ്ലെയിൻ. എനിക്ക് ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. എന്നെ കുറേ റാഗ് ചെയ്തു. എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഓടിപ്പോയി കേട്ടോ. ഞാൻ മാത്രം അവിടെ ഈ ജോണിൻ്റെ ഇത് വാട്ട് ഹാവ് യു റെഡ്, വൈ ഹാവ് യു കം ടു ദ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡു യു നോ വാട്ട് സിനിമ ഈസ്, യു നോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എനിക്ക് വല്ലതും അറിയാം. ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്ന. പിന്നെ ഐ തിങ്ക് പുള്ളിക്ക് മനസ്സിലായി ഇത് ഇപ്പോൾ ഒരു എനിക്ക് അത്രയ്ക്ക് പേടിയായി എന്ന് പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് പെട്ടെന്ന് നൈനാനെ വിളിക്കുക, നൈനാൻ ഇതെൻ്റെ കുട്ടിയാണ് കേട്ടോ, ഇനി 3 വർഷം നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 2 രൂപ താന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപ വാങ്ങിക്കുകയും പോവുകയും ചെയ്തു. അതായിരുന്നു ജോണിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കോട്ടയത്തെ ഒരു പ്രധാന ഫിഗറായിരുന്നു ജോണിനെ എല്ലാവർക്കും അറിയാം. എല്ലാവരും വളരെ എന്താ പറയണ്ടേ, ഒരുപാട് പേര് വളരെ സ്നേഹപൂർവ്വം കണ്ടിരുന്ന ഒരാളാണ് അന്ന് ജോൺ. സാധാരണക്കാരുടെ ഇടയിലും ചാരായ ഷാപ്പിലും അമ്പലനടയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബെസ്റ്റ് ഹോട്ടലിലും ബോംബെയിലും ഒക്കെ മദ്രാസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കോട്ടയത്തൊരു പ്രധാന ആളാണ്. അപ്പോൾ നമ്മൾക്ക് ദൂരെ നിന്ന് ആദ്യം ജോണിനെ കണ്ടുള്ളൂ. പിന്നീട് കോട്ടയത്ത് നമ്മുടെ വർഗീച്ചാനെ കൂടെ ഒരു സിനിമ സംരംഭം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങി. വർഗീച്ചാനൊരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോണിനെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ജോൺ സിനിമയെ പറ്റി നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 5-8 പേരെ വർഗീച്ചാൻ വിളിച്ചിട്ട് ജോണുമായിട്ട് റൊസാരിയസിൽ ഹോട്ടലിൽ പോയിരുന്നിട്ട് അവിടെ പോയിരുന്നു. ചെന്ന വഴി ജോൺ പറഞ്ഞു പൈൻറ്റ് വരാമെന്ന് പറഞ്ഞു. പൈൻറ്റ് അടിച്ചിട്ട് ജോൺ പോയി. അതാണ് സിനിമയെ പറ്റിയുള്ള സംഭാഷണം എന്നുണ്ട്. അന്നാണ് ജോണിനെ അടുത്ത് കാണുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ ദൂരെ അറിയാം, കണ്ടിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അല്ലാതെ അങ്ങനെ ജോൺ നമ്മളെ അധികം അടുപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിന് ശേഷം അവധിക്ക് വരുമ്പോഴും അവിടെയൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് അതായത് FTI എന്നുള്ളൊരു എന്താ പറയുക കണക്ഷനാണ് ജോണിനെ ശരിക്കും നമ്മുടെ. പിന്നെ കോട്ടയം എന്നുള്ള കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജോണോട് കൂടുതൽ അടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജോൺ ഇടയ്ക്ക് വളരെ എന്താ പറയണ്ടേ അത്ഭുതകരമായിട്ട് ഒരു 5-6 മാസം മദ്യപാനം പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കിയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ അന്ന് ജോൺ താമസിക്കുന്നത് പെങ്ങളുടെ കൂടെ പന്തളത്ത് അടൂര. അപ്പം ഉച്ചക്കത്തെ ഒരു ബസ്സിന് ഒരു കോട്ടയത്ത് വരും. ഞങ്ങളവിടെ മിക്കവാറും 2-3 പേരാണുള്ളത്. ആഘോഷമൊന്നുമില്ല, മദ്യപാനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഉച്ചയുമ്പോഴും പരിപാടികളൊന്നുമില്ല. അവിടെ അമ്പലനാട്ടിരുന്ന് പറയാനും വർത്താനം പറയും. 8 മണിയാകുമ്പോഴത്തേക്കും 9 മണിയാകുമ്പോഴത്തേക്കും ജോൺ പോയി. അതുകൊണ്ട് ഞാൻ ശരിക്കും പരിചയപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 81 തിരിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്ത് വീട്ടിൽ നിന്ന് താമസിക്കുമ്പോൾ ഒരു പോസ്റ്റ് കാർഡിൽ ഒരു എഴുത്ത് എനിക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ കോട്ടയത്ത് ബെസ്റ്റ് ഹോട്ടലിൽ വരണം, അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എഴുതിയിരിക്കുന്നത് EP കുര്യൻ എന്ന് പറയുന്ന ആൾ. എനിക്ക് EP കുര്യനെ അറിയില്ല, ആകെ അറിയാവുന്ന ബെസ്റ്റ് ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ഹോട്ടലിൽ ചെല്ലുമ്പോൾ EP കുര്യനാണ് പറഞ്ഞത് ഇങ്ങനെ ജോൺ എബ്രഹാത്തിന് ഒരു സ്ക്രിപ്റ്റ് എഴുതാനൊരു സഹായം വേണം, അപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ നിൽക്കാവോ എന്നുള്ള ചോദ്യം. അങ്ങനെയാണ് ജോണിനോട് ഒരു അല്ലാത്ത രീതിയിൽ, കാരണം ജോണിനെ അടുത്ത് വളരെ ക്ലോസ് ക്വാർട്ടേഴ്സ് പരിചയപ്പെടുക എന്ന് പറയുന്ന രീതിയിൽ പരിചയപ്പെടുന്ന അങ്ങനെ ഒരു അവസരത്തിൽ അവർ ഈരക്കടവിൽ ഒരു വീടെടുത്തു. ഒരു 15 ദിവസത്തോളം ഈരക്കടവിൽ താമസിക്കുന്ന കാലത്താണ് ജോണുമായിട്ട് വളരെ അടുത്ത ഒരു പരിചയം എനിക്കുണ്ടാകുന്നത്. അപ്പോൾ ജോണിനെ പറ്റി ഈ പറയപ്പെടുന്ന ജോണല്ല, എനിക്കറിയാവുന്ന ജോൺ. വളരെ വൃത്തിയായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് രാവിലെ ഇരുന്ന് വളരെ നിഷ്കർഷയോടുകൂടി സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു ജോണിനെയാണ് എനിക്ക് പരിചയമുള്ളത്. ആകെ കൂടി ജോണിനുണ്ടാകുന്ന അന്നത്തെ കാലത്തുള്ള ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ അത്യാവശ്യം ചിലവഴിക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ചന്തക്കടയിൽ പോയി മേടിച്ചുകൊണ്ടിരും, അത് ചെയ്യും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കുളിച്ച് കുറേ കൂടെ വൃത്തിയായിട്ട് അപ്പോൾ ഞങ്ങളെയൊക്കെ പുറത്തിറങ്ങി വിടും. ആ സമയത്ത് ജോണിനൊരു പ്രേമമുണ്ട്, ഒരു സ്ത്രീയായിട്ട് അടുത്തൊരു വളരെ പ്രശസ്ത അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവിടെ വരും. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെയൊക്കെ പുറത്ത് വിടും. അത് ഞങ്ങളും ആ സ്ത്രീയുമായിട്ടുള്ള ഒരു സമയമുണ്ട്. 7 മണിയോടുകൂടി അവർ തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾക്ക് കയറാം. അത്രയും സമയം ഞങ്ങൾ ടൗണിലൂടെ പല കറങ്ങി കാണുന്നിട്ട് ഞാനും EP കുര്യനും കൂടെ മറ്റേ പിള്ളേരൊക്കെ പോകും, എഴുത്തുകാരൊക്കെ പോകും. പക്ഷേ അതേ സമയത്ത് രാത്രി ഞങ്ങൾ കിടക്കുന്ന ഒരു സമയത്തുണ്ട്. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ, ഒരു മുറിയിൽ ഞങ്ങൾ കിടക്കും. ആ സമയത്താണ് ജോണിൻ്റെ ഈ സിനിമ ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ജോൺ ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ്.
അപ്പോൾ തന്നെ ചില ഇതിന് വേണ്ടി ക്യാമറ എങ്ങനെയാണ് അന്നത്തെ കാലത്തിൽ ഒരു ക്രെയിൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഫിലിം മേക്കർക്ക് ജോണിനെ പോലെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫിലിം മേക്കർ ക്രെയിനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും പറ്റില്ലായിരിക്കും. അപ്പോൾ ഒറ്റത്തൂക്കത്തിൻ്റെ അതുപോലത്തെ ത്രാമിൽ നമുക്ക് ക്യാമറ കെട്ടി തൂക്കിയിട്ട് അല്ലെങ്കിൽ കയറൊക്കെ ക്യാമറ കെട്ടി തൂക്കിയിട്ട് ഇത് ഈ വളരെ ക്രേസി ആയിട്ടുള്ള ഐഡിയാസ്. ഒരു ഫിലിം സൊസൈറ്റി രൂപീകരണത്തെ കുറിച്ചിട്ട് ജോണാണ് നമുക്ക് സംസാരിക്കുന്നത്. അതിന് മുമ്പേ കൂടി ഉണ്ട് ചിലപ്പോൾ വീണിട്ടുണ്ട് ഒരു ഫിലിം സൊസൈറ്റി ഉണ്ട്. അതിൽ വല്ലപ്പോഴൊക്കെ പോയിട്ട് ഞാൻ കാണാറുണ്ട്, പലപ്പോഴും പോയിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിം സൊസൈറ്റി ഇനിയും ഉണ്ടാകാം. അതുകൂടെ സിനിമാ നിർമ്മാണവും സാധ്യമാണ് എന്നൊക്കെ തരത്തിൽ ജോൺ നമ്മളെ ബോധിപ്പിക്കും. അങ്ങനെയാണ് ഈ ഒഡേസ ഉണ്ടാകുന്നത്. 50 മുതൽക്ക് ഉള്ള ആൾക്കാരൊക്കെ തന്നെ അതിന് പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന നമ്മതായിരുന്നു. എല്ലാ കാര്യങ്ങളും സംഘടനാപരമായ കാര്യങ്ങൾ അതിന് ഞാനും ജോണൊന്നും പറ്റുമായിരുന്നു. അപ്പം അന്ന് ഞാൻ മന്ദിരിക്കും. അപ്പം അതും കൂടെ ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടെ ശക്തമാവുന്നതിന് സഹായകമായി. ആർക്കാണെങ്കിലും സ്വന്തമായിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരു പിച്ചക്കാരാണെങ്കിൽ പോലും ഒരു ബാണമോ ഒരു തുണിക്കെട്ടോ ഒരു പൊതിയോ കയ്യിലില്ലാത്ത ഇത് എൻ്റെയാണ് എന്ന് പറഞ്ഞ് ഒരു പൊസഷൻ ഇല്ലാത്ത ആളുകൾ കാണില്ല. എല്ലാവർക്കും കാണും എന്തെങ്കിലും, അല്ലെങ്കിൽ ഇത് നാളെ ഉപയോഗിക്കാം എന്ന് വെച്ചിട്ട് എടുത്തു വെക്കുന്നത്. ഇങ്ങനൊരു കൺസെപ്റ്റ് ജോണിൻ്റെ തലയ്ക്കതില്ലായിരുന്നു. അതായത് ഈ പൊസഷൻ, അത് എൻ്റെ ഒരു ബുക്ക് ജോൺ ഒരിക്കലും കാണാൻ പറ്റില്ല. എൻ്റെ പുസ്തകമാണ്, അല്ലെ എൻ്റെ പേനയാണ്, അല്ലെ എൻ്റെ ഷർട്ടാണ് എന്ന് ഒരു കൺസെപ്റ്റ് ജോണില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയും ഇയാൾ പിന്നെ എന്താ പറയുക വലുത് ഇടില്ല, അണ്ടർവെയർ ഇടുക എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ കാരണം വെച്ചാൽ പലുതാക്കണ വേറെ ഉള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല. ജോൺ ടൂത്ത് ബ്രഷ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? പലുത് ഇതില്ല. അണ്ടർവെയർ വേറെ ഉള്ള ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അണ്ടർവെയർ ഇടില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ അതൊരു ഭയങ്കര ക്വാളിറ്റിയായിരുന്നു. ഇങ്ങനൊരു ഒരു തരത്തിലുള്ള പിന്നെ പൊസിഷൻ എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജോൺ എന്താ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ജോണിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു സ്വന്തം ശരീരവും സ്വന്തം പിന്നെ മനസ്സും, പിന്നെ അത്യാവശ്യം നഗ്നത മറയ്ക്കാൻ അടുത്ത് നിൽക്കുന്ന ആരുടെങ്കിലും ഉടുപ്പും. പെസാറോ ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്ന നേരത്തെ ജോണിന് ഞാനാണ് ഫ്ലൈറ്റ് കയറ്റി വിടുന്നത്. ഒരു പ്രശ്നമില്ല. പോകുന്ന 1 മണിക്കൂർ മുമ്പ് ഒരു വിസ കിട്ടിയിട്ടില്ല, പാസ്പോർട്ട് കിട്ടിയിട്ടില്ല, ഒരു പ്രശ്നമില്ല. ഞാനാണ് പോയിട്ട് ഷൂസ് വാങ്ങിച്ചു കൊടുക്കുകയും. പക്ഷേ ജോണിനതൊക്കെ ഇഷ്ടമാണ്. ഈ പിന്നെ എൻ്റെ ബാഗുണ്ട്, ആ ബാഗ് തിരിച്ചു കൊണ്ടത് കൊണ്ടുവന്നപ്പോൾ അതിനകത്തൊരു ഒരു വേറെ ഒന്നുമില്ല, ഒരു കുറേ കടലാസുകളും പുസ്തകങ്ങളും അതും ഇതും കുത്തി കയറ്റി അതെല്ലാം കീറി പറഞ്ഞ്. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തണുപ്പൊക്കെ ആയിരിക്കും, ഒരു ഷൂ ഒക്കെ വാങ്ങിക്കണ്ടേ. പിന്നെ ഷൂ ഒക്കെ വാങ്ങിക്കണം, ഈ പറ്റുമെങ്കിൽ ടൈ കൂടെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര പാർട്ടിയായിരുന്നു. തിരിച്ചു വന്നിട്ട് ജോൺ ഇംഗ്ലീഷോ മലയാളം ഒന്നും സംസാരിക്കുന്നില്ല. ഇറ്റാലിയൻ പെസാറോ ഫിലിം ഫെസ്റ്റിവലിൽ പോയതാണ്. ഇറ്റാലിയൻ എന്ന് പറഞ്ഞാൽ റിയൽ ഇറ്റാലിയൻ അല്ല, ഏതോ ഒരു ഭാഷ. എന്നിട്ട് എന്ത് പറഞ്ഞാലും അതേ ഭാഷ പറയത്തുള്ളൂ. ഏതോ ഒരു കുറേ വാക്കുകളൊക്കെ ജമ്പിൾ ചെയ്തു. അത് 3-4 ദിവസം അങ്ങനെ പോയി ജോണിൻ്റെ ഇറ്റാലിയൻ ഭാഷ. പിന്നെ അവിടെ രാത്രി വരും, ശോഭി മാഷയുടെ കൂടെ വരും കേട്ടോ. അവിടുത്തെ നമ്മുടെ പട്ടത്തെ എല്ലാ നെയ്ബേഴ്സിനെ അറിയാം. ഒരു ചില ദിവസം 6 മണിക്ക് കൊടുകൊടോ എന്നൊരു ശബ്ദം, ബൈക്കിൻ്റെ ശബ്ദം കേൾക്കാം. അതിൽ ശോഭി മാഷൻ, പുറയിലെ ജോൺ. ശോഭി മാഷ ഈ പച്ച ഉടുപ്പൊക്കെ ഇട്ട്, പുറയിലെ ജോൺ എബ്രഹാം. കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നത്. രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുകയും 3-4 ദിവസം നിൽക്കും. പിന്നെ കുറേ ദിവസം കാണത്തില്ല, പിന്നെ വരും. പക്ഷേ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കണ്ടത് ഞാൻ ഓർക്കുന്നു, മാലു നമ്മുടെ മകൾ ഡൽഹിയിൽ ഉണ്ടായത്. അന്ന് പിന്നെ ജോൺ വന്ന് അവളെ കാണാൻ വരുന്നു. അവളെ കാണാൻ മാത്രം അവിടെ വരെ വന്നു, ഡൽഹി വരെ വന്നു. എന്നിട്ട് അന്ന് തണുപ്പായിരുന്നു, ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ഓസോ പുലി വീട്ടിൽ വന്നു. പുലി കുഞ്ഞിനെ എടുത്ത് ഭയങ്കര ഇത് ജോൺ അത്ര പാട്ട് പാടില്ല, പക്ഷേ ഈ വിസിൽ ചെയ്യും. അതാ പിന്നെ മാലുവിനെ കയ്യിലെടുത്ത് കുറേ നേരം അങ്ങോട്ട് നടന്ന് വിസിൽ ചെയ്ത് അതായിരുന്നു എൻ്റെ ലാസ്റ്റ് മെമ്മറി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വന്ന് പിന്നെ മേ ആയപ്പോഴല്ലോ. ഈ പരിപാടി Experience Hyundai. ജോണിന്റെ ഒഡേസ സങ്കല്പങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ചിലരെങ്കിലും നല്ല സിനിമകൾ കാണാനും അവയെക്കുറിച്ച് ചർച്ച ചെയ്യാനുമായി ഇപ്പോഴും ഒത്തുചേരുന്നുണ്ട്. തീയെ നിന്നെ പോലെ യമതുള്ളം തുടർവിടുക, തീയെ നിന്നെ പോലെ യമതറിവ് കനലുക. കഴുത എനിക്ക് തോന്നുന്നത് ഒരളവ് വരെ കേരളത്തിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. അദ്ദേഹത്തെ വാസ് നെവർ ഷോൺ സീരിയസ്ലി ഇൻ തമിഴ്. അതിൽ വേറെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പുതിയ തമിഴ് സിനിമ, ആ കാലത്തെ പുതിയ തമിഴ് സിനിമ ആളുകൾക്ക് അദ്ദേഹത്തെ കഴുതയായിട്ട് ചെറിയൊരു വ്യത്യാസം, എതിരഭിപ്രായം വരാൻ കാര്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വെങ്കട്ട് സ്വാമിനാഥനാണ് അദ്ദേഹത്തെ കഴുതയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ജോണിനോടൊപ്പം.
അത് തമിഴിൽ എഴുതിയിരിക്കുന്നത് വെങ്കിട്ടസ്വാമി. ஆமா இந்த கழுதை குட்டி எப்படி வந்தது தெரியுமா? தெரியாத ராஜா நீ சொல்லு. ഏതാണ്ട് ഗോവിന്ദനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അത്ര ആ ഒരു ലെവലിലെങ്കിലും തമിഴ് സാഹിത്യകാരന്മാരുടെ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ് വെങ്കിട്ടസ്വാമി. അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥ. ആ തിരക്കഥ ജോൺ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ കിറികളഞ്ഞു. അത് ഒരു പബ്ലിക് ഫംഗ്ഷൻ പോലെ നടത്തുകയും ചെയ്തു. അത് കിറികളയുന്ന പരിപാടി. അപ്പോൾ അത് ഇവരെയൊക്കെ ചൊടിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഗ്രേഡ് കരുതിയായിട്ട് തമിഴ്നാട്ടില് ഈ എന്താ പറയുക സിനിമയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ ആ കാലത്ത്. അവർക്കുണ്ടായിരുന്നു. മറ്റവർക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പടം കാണാതെ തന്നെ അതൊരു ആന്റി ബ്രാഹ്മൺ സിനിമയാണ്. പടമൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു വരുത്തുമല്ലോ. അപ്പം അന്ന് RM വീരപ്പൻ എന്ന് പറഞ്ഞൊരു മന്ത്രി NG രാമേന്ദ്രൻ്റെ വലതുകയായിരുന്നു. അദ്ദേഹം ഈ പടത്തിനെതിരായിട്ട് അപ്പം പടം കണ്ടിട്ടൊന്നുമില്ല. ഭയങ്കര ബഹളം വയ്ക്കുകയും അപ്പോൾ അന്നേരത്താണ് ഇതിന് നാഷണൽ അവാർഡ് കിട്ടും. നാഷണൽ അവാർഡ് കിട്ടുമ്പോഴാണ് അറിയുന്നത് പുറത്ത്. അപ്പോൾ അദ്ദേഹം ഇത് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു റിലീസേ നടന്നില്ല. 77 ഡിസംബർ 31 സെൻസർ ശ്രമിച്ചത്. അപ്പം അതിനു മുമ്പേ നമ്മൾ ഇതിൻ്റെ അവസാന ജോലികളുണ്ടല്ലോ, ലൈക്ക് മിക്സിങ്. അപ്പോൾ അതിനൊക്കെ പ്രോപ്പറായ ഫൈനാൻസ് ഉണ്ടായിരുന്നില്ല, തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ 3 hours അങ്ങനെയൊക്കെയാണ്. പല ലാബുകൾ അന്ന് GDS കുറേയധികം സ്ഥലങ്ങളുണ്ട് നമ്മൾ പറഞ്ഞത്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അന്ന് ജോൺ ചെയ്ത ഒരു തമാശ മാത്രമാണത്. അതായത് ആ കാലത്ത് ഈ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പിടിക്കുമായിരുന്നു. ഈ അവിടെ പ്രൊഹിബിഷനായിരുന്നു മദ്രാസിൽ, ചെന്നൈയിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും ഈ കോടമ്പാകത്തെ ഇതിനടുത്തുള്ള കുറേ പോലീസ് സ്റ്റേഷനുണ്ട്. ഒന്ന് കോടമ്പാകം, ഒന്ന് മാമ്പലം, ഒന്ന് സൈതാപ്പേട്ട്. ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പല ദിവസങ്ങളായിട്ട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ജോൺ പറഞ്ഞു നമുക്ക് ഈ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം പോയി ഈ വിവരം പറയാം. ഈ ചിത്രം സെൻസറായി എന്നുള്ളത് ഒരു ഇൻഫർമേഷനാണല്ലോ. ആദ്യം പറയുന്നത് പോലീസുകാരോടാണ്. കാരണം അങ്ങനെ ഞങ്ങൾ ഈ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരു യാത്ര നടത്തിയാണ് ആഘോഷിച്ചത്. എനിക്ക് തോന്നുന്നു അതാണ് ഒരുപക്ഷെ ജോണിന് അറിയാവുന്ന ജോണിൻ്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധമൊക്കെയുള്ള ജോൺ ജീവിച്ച ഒരു സാഹചര്യവും അതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഒരു 60കളുടെ ഇപ്പം ഞാനിപ്പം ജലാംശത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ജോണിൻ്റെ ആ സിനിമയോട് വളരെയധികം, കാരണം ഇതൊക്കെ ഒരു കാലത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾക്ക് ഈ കർഷക സമരങ്ങളുടെയും ഒക്കെ തന്നെ ഒരു വളരെ കൃത്യമായിട്ടൊരു എനിക്ക് തോന്നുന്നു വളരെ ജോണിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ജോൺ ജീവിച്ച സാഹചര്യം, കേരളത്തിൻ്റെ പൊളിറ്റിക്കലായ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയാച്ചൻ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ജോൺ ചെയ്തതിൽ ഏറ്റവും നല്ല വർക്കെന്ന് എനിക്ക് തോന്നുന്നു. ജോണിൻ്റെ ഫോൺ